ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യയോഗം 19-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. തപാമ്യഹം വർഷം ഗൃഹ്ണാമി ഉത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ഛാഹമർജുന സദ് അസത് ച. മലയാളം: ഉഷ്ണം നൽകുന്നവൻ ഞാൻ, വർഷിക്കുന്നോൻ വരട്ടുവോൻ, അമൃതം മൃത്യുവും ഞാൻ താൻ, സത്യാസത്യങ്ങൾ അർജുന. അല്ലയോ അർജുന, അഹം തപാമി, ഞാൻ ചൂട് നൽകുന്നു. അഹം വർഷം നിഗൃഹാമി, ഞാൻ മഴയെ തടഞ്ഞു വയ്ക്കുകയും, ഉത്സൃജാമി ച, വീണ്ടും പെയ്യിക്കുകയും ചെയ്യുന്നു. അമൃതം ച, അമൃതം മരണമില്ലായ്മ ഞാനാണ്. മൃത്യുഹോച്ച, മരണവും ഞാൻ തന്നെയാണ്. സദ് ച അസത് ച, സത്ത് ഞാൻ തന്നെയാണ്, അസത് ഞാൻ തന്നെയാണ്. അഹം തപാമി, ഞാൻ ചൂട് നൽകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു തേജോരൂപം കൈക്കൊണ്ട് ആദ്യം സൂര്യന് ഞാൻ ചൂട് നൽകുന്നു. ആ സൂര്യനിൽ നിന്ന് നമ്മൾക്കെല്ലാം ചൂട് ലഭിക്കുന്നു. അപ്പോൾ ഒരു ഏകമായ ആത്മാവ് അല്ലെങ്കിൽ പരമാത്മാവ് സൂര്യൻ്റെ രൂപത്തിൽ ലോകത്തിന് മുഴുവനും ചൂട് നൽകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹീറ്ററൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂട് കിട്ടുന്നു, ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് തണുപ്പ് കിട്ടുന്നു. അപ്പോൾ ഇതെല്ലാം തരുന്നത് ആരാന്ന് ചോദിച്ചാൽ, ഇലക്ട്രിസിറ്റിക്ക്, വൈദ്യുതിക്ക് വേണമെങ്കിൽ പറയാം ഞാനാണ് അതിലെല്ലാം പ്രവർത്തിക്കുന്നത് എന്ന്. അപ്പോൾ ആ വൈദ്യുതി പലതരം ഉപകരണങ്ങളിൽ കൂടെ പോകുമ്പോൾ അത് ചൂടായിട്ടും വെളിച്ചമായിട്ടും തണുപ്പായിട്ടും ഒക്കെ വരികയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ ലോകത്തിന് മുഴുവനും ചൂട് നൽകുന്നത് ഞാനാണ്. പക്ഷേ സൂര്യനല്ലേ ചോദിച്ചാൽ, സൂര്യന് ചൂട് നൽകുന്നത് ഞാൻ തന്നെയാണ്. അഹം വർഷം നിഗൃഹാമി ഉത്സൃജാമി ച, മഴയെ പെയ്യിക്കുന്നത് ഞാനാണ്. മഴയെ വേണ്ട സമയത്ത് പെയ്യുന്നു, അല്ലാത്ത സമയത്ത് തടഞ്ഞു വയ്ക്കുന്നതും ഞാൻ തന്നെയാണ്. അതായത് ലോകത്തിൻ്റെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ സൂര്യന് നല്ല പങ്കുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം സൂര്യരശ്മി കൂടുതൽ അധികമായി കഴിഞ്ഞാൽ നമുക്ക് ജീവജാലങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. സസ്യങ്ങളായാലും മറ്റ് ജീവജാലങ്ങളായാലും എല്ലാം. ചൂട് കുറഞ്ഞാലും അത് തന്നെയാണ് സംഭവിക്കുക. വളരെ കുറഞ്ഞ ചൂടും വളരെ കൂടിയ ചൂടും നമ്മുടെ കാലാവസ്ഥയ്ക്ക് നല്ലതല്ല. അപ്പോൾ ഇതെല്ലാം സത്യത്തിൽ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ തരുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ ശക്തി കൊണ്ടാണ് മഴയെ തടഞ്ഞു വയ്ക്കുന്നതും പെയ്യിക്കുന്നതും. അമൃതം ച മൃത്യുഹു, മരണമില്ലായ്മയും ഞാൻ തന്നെയാണ്, മരണവും ഞാൻ തന്നെയാണ്. അപ്പോൾ ഒരു ചൈതന്യമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ചൈതന്യം തെളിയുന്നില്ല അല്ലെങ്കിൽ പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുഭവങ്ങളൊന്നുമില്ല, അതൊക്കെ വേസ്റ്റായി പോവും. അപ്പോൾ ജീവിതത്തിനെ പ്രകാശിപ്പിക്കുന്നത് ആത്മാവാണ്. ആ ആത്മാവ് എന്താണ്? അവ്യയമാണ്, ശാശ്വതമാണ്. അതിലേക്ക് എത്തുന്നതാണ് എന്ത്? അമൃതപ്രാപ്തി എന്ന് നമ്മൾ പറയുന്നത്. മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു ജഡവസ്തുവായിട്ട് മാറുകയാണ്. അത് രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അമൃതം മരണമില്ലായ്മയും ഞാൻ തന്നെയാണ്, മരണവും ഞാൻ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്താണ് ലക്ഷ്യം. ഭരണകർത്താവ്, പ്രഭു, സാക്ഷി, വാസസ്ഥാനം, ആശ്രയം, ഉറ്റമിത്രം, ഇതെല്ലാം ഞാനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയാണ് ഈ ശ്ലോകങ്ങളിൽ തുടരുന്നത്. സൃഷ്ടി ഞാൻ, സംഹാരം, ഇതെല്ലാം ചെയ്യുന്നത് ഞാനാണ്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായ ശാശ്വതമായ ബീജവും ഞാൻ തന്നെ എന്ന് 18-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. സത് അസത് ച, എല്ലാറ്റിൻ്റെയും ഉണ്മ ഞാനാണ്, ഇല്ലായ്മയും ഞാൻ തന്നെയാണ്. അതായത് പ്രകാശം, ചൈതന്യവും ഞാനാണ്, ആ ചൈതന്യമില്ലായ്മയും ഞാൻ തന്നെയാണ്. ഇനി ഈ ചൈതന്യം, ഉണ്മയില്ലായ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, വ്യക്തവും അവ്യക്തവും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവ്യക്തതയും ഞാൻ തന്നെയാണ്, വ്യക്തതയും ഞാൻ തന്നെയാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. എപ്പോഴും നമുക്ക് ആ മണ്ണിൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം. മണ്ണില്ലെങ്കിൽ മൺപാത്രമില്ല,
മണ്ണുണ്ടെങ്കിലേ മൺപാത്രത്തിന് നിലനിൽപ്പുള്ളൂ. അപ്പോൾ അതിലെ ഓരോ തരിയും മണ്ണ് തന്നെയാണ്. അപ്പോൾ മണ്ണിന് തന്നെ പറയാം എന്ത്, ഈ പലതരം പാത്രങ്ങളായി കാണുന്നത് മുഴുവൻ ഞാനാണ് എന്ന് പറയാം. അതുപോലെയാണ് ഇനി വീണ്ടും തുടരുകയാണ്. ഈ ഭഗവാനെ ഭഗവത് സാക്ഷാത്കാരം കിട്ടാനായിട്ട് യാഗങ്ങളും പുണ്യകർമ്മങ്ങളുമൊക്കെ അനുഷ്ഠിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് സഫലീകരിക്കപ്പെടുന്നത് എന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരു മറുപടിയാണ് 20ാമത്തെ ശ്ലോകത്തിൽ വരുന്നത്. 20ാമത്തെയും 21ാമത്തെയും ഒപ്പാണ് ചൊല്ലുന്നത്. 20ാമത്തെ ശ്ലോകം. ത്രൈവിദ്യാ മാം സോമപാഹ പൂതപാപ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോക അശ്നന്തി ദിവ്യാൻ ദിവി ദേവഭോഗാൻ. മലയാളം. സോമാദിയാഗം വഴി പാപം മറ്റോർ വേദജ്ഞർ സ്വർഗത്തിനുഴന്നിടുന്നു. പുണ്യം ലഭിച്ചെത്തി സുരേന്ദ്രലോകം ഭുജിച്ചിടും ദിവ്യസുഖങ്ങളെല്ലാം. 21ാമത്തെ ശ്ലോകം. തേ തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീധർമ്മമനുപ്രപന്ന ഗദാഗദം കാമകാമാഫലഭന്തേ. 21ാമത്തെ ശ്ലോകത്തിൻ്റെ മലയാളം. സ്വർഗീയ സൗഖ്യങ്ങൾ അശിച്ച ശേഷം പുണ്യം ക്ഷയിച്ചിങ്ങു മടങ്ങിടുന്നു. വേദോക്ത കർമ്മങ്ങളെ ആചരിപ്പോർ ഗതാഗതം തന്നെ തുടർന്നിടുന്നു. വളരെ ക്ലിയറായിട്ട് മലയാളത്തിൽ പറയുന്നുണ്ട്. ത്രൈവിദ്യാഹ, വൈദിക കർമ്മത്തിൽ പറയുന്ന കർമ്മങ്ങൾ. വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ യജ്ഞേഹി മാം ഇഷ്ട്വ, യാഗങ്ങൾ ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിച്ച്, സോമപാഹ, സോമരസം കുടിച്ച്, ഭൂതപാപാഹ, പാപം മുഴുവനും കളഞ്ഞ് പാപത്തെ മുഴുവൻ ശുദ്ധീകരിച്ച്, സ്വർഗതിയും പ്രാർത്ഥയന്തേ, സ്വർഗലോകഗതിക്ക് വേണ്ടിയിട്ട് താൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്താമെന്ന് പ്രാർത്ഥിക്കുന്നു. തേ പുണ്യം സുരേന്ദ്രലോകം, അവിടെ എത്തുകയും ചെയ്യുന്നു. കാരണം ഭഗവത് സ്മരണ ഉണ്ടായിരുന്നു. ഭഗവാന് വേണ്ടി എല്ലാതും പൂജകളും എല്ലാ മറ്റു കാര്യങ്ങളും യജ്ഞങ്ങളും യാഗങ്ങളൊക്കെ വളരെ കൃത്യതയോടെ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തേ പുണ്യം സുരേന്ദ്രലോകം, അവർ ആ പുണ്യമായ ഇന്ദ്രലോകത്തെ ആസാദ്യ ദിവ്യാൻ ദേവഭോഗാൻ അശ്നന്തി, ആ ഇന്ദ്രലോകത്തെ പ്രാപിച്ചിട്ട് സ്വർഗത്തിൽ ദിവ്യങ്ങളായ ദേവഭോഗങ്ങളെ അനുഭവിക്കുന്നു. 21ാമത്തെ ശ്ലോകം. അർത്ഥം. തേ വിശാലം തം, അവർ വിശാലമായ ആ സ്വർഗലോകം ഭുക്ത്വ, സ്വർഗലോകം അനുഭവിച്ചിട്ട്, പുണ്യക്ഷീണേ, പുണ്യം ക്ഷയിക്കുമ്പോൾ, മർത്യലോകം വിശന്തി, മർത്യലോകത്തേക്ക് തിരിച്ചു വരുന്നു. ഏവം ത്രയീധർമ്മം, ഇപ്രകാരം വേദധർമ്മത്തെ അനുപ്രപന്നാഹ കാമകാമാഹ, ശരണം പ്രാപിച്ച വിഷയേച്ഛുക്കൾ ഗതാഗതം ലഭന്തേ, പോക്കും വരവുമായി കഴിയുന്നു. വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. പുനർജന്മത്തിൻ്റെ കഥയും കൂടെയാണ് പറയുന്നത്. ത്രൈവിദ്യ, ഒരു ബ്രഹ്മജ്ഞാനി ഭഗവാനെ അനുഭവിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ജ്ഞാനികൾ ആത്മസാക്ഷാത്കാരം നേടിയിട്ടില്ല. പക്ഷെ യജ്ഞങ്ങളും പൂജാതി കർമ്മങ്ങളും മറ്റ് ഭഗവാന് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി വളരെ നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുന്നു. അവരുടെ ആഗ്രഹം മരണശേഷം സ്വർഗപ്രാപ്തി ലഭിക്കണം എന്നുമാണ്. എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്നു, പക്ഷേ എന്നാലോ ഈ ബ്രഹ്മജ്ഞാനിയുടെ തലത്തിലേക്ക് എത്തിയിട്ടുമില്ല. അപ്പോൾ ഇവർ രണ്ടാമത് പറയുന്ന ആൾക്കാർ, ജ്ഞാനികൾ, ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പ്രധാനമായിട്ടും ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്തോരാണ് അവരുടെ ആഗ്രഹം? എന്താണ്? സ്വർഗപ്രാപ്തിയാണ് ആഗ്രഹം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്തോളും. അങ്ങനെ യജ്ഞങ്ങൾ ചെയ്യുന്നു, മറ്റ് കാര്യങ്ങളെല്ലാം ഭഗവാന്റെ കാര്യങ്ങളെല്ലാം മുറ പോലെ ചെയ്യുന്നു.
സോമരസം കുടിക്കുന്നു, അല്ലെങ്കിൽ ഈ സോമലതയിൽ നിന്ന് ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്ന ഒരു നീരാണ് സോമരസം. പൂജ കഴിഞ്ഞ് പ്രസാദം കഴിക്കുന്ന പോലെ ഇത് കഴിക്കാറുണ്ട്. അതെല്ലാം കഴിച്ച് മരണശേഷം സ്വർഗം ലഭിക്കണേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അവരുടെ പ്രാർത്ഥന പോലെ തന്നെ അവർ മരണശേഷം ഈ സ്വർഗസുഖങ്ങളെല്ലാം അനുഭവിക്കുന്നു. ദിവ്യലോകത്ത് ആണ് എത്തുന്നത്. അവിടെ ദേവന്മാരുമൊത്ത് സ്വർഗസുഖങ്ങൾ മുഴുവനും അനുഭവിക്കുന്നു. അതാണല്ലോ അവരുടെ ആഗ്രഹമുണ്ടായിരുന്നത്. പക്ഷേ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം അവർ ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഭഗവാനെ സ്മരിക്കുന്നത്. അതിനുവേണ്ടി അവർ എന്ത് ത്യാഗവും ചെയ്യുന്നു, അതവർ നന്നായിട്ട് വളരെ വൃത്തിയായിട്ട് ചെയ്യും. പക്ഷെ മറ്റ് സമയത്ത് ഭഗവാൻ സ്മരണ കുറവായിരുന്നു. ഇനി വേറെ ചില ആൾക്കാരുണ്ട്, അവർ ആർക്കോ വേണ്ടി നാമം ജപിക്കുന്നു, ആർക്കോ വേണ്ടി യജ്ഞങ്ങൾ ചെയ്യുന്നു, ആർക്കോ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. അവരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഭഗവാന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരെ തന്നെയാണ്, പ്രവർത്തികൾ കർമ്മങ്ങൾ ചെയ്യുന്നവരെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നുമല്ല വേണ്ടത്. എന്താണ് വേണ്ടത്? നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ഇതെല്ലാം, ഈ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കണം. കാരണം എന്താണ്? എല്ലാ സമയത്തും നമുക്ക് ദേവലോകത്തിൽ തന്നെ ജീവിക്കാൻ പറ്റില്ല. അതാണ് 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ത്രൈവിദ്യ പറഞ്ഞല്ലേ, തേതം ഭുക്ത സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി എന്നാണ്. അപ്പോൾ വേദങ്ങളിൽ പറയുന്ന കർമ്മങ്ങളെല്ലാം ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തി മരണശേഷം സ്വർഗത്തിലെത്തി. അപ്പോൾ തൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഭഗവാനെ ആശ്രയിച്ചത്. പക്ഷേ ഭഗവാനെ ആശ്രയിച്ചു എന്നതുകൊണ്ട് അവർക്ക് പുണ്യങ്ങൾ ലഭിക്കുന്നു. പക്ഷേ അവിടെ പുണ്യം ക്ഷയിക്കുമ്പോൾ, സ്വർഗലോകമൊക്കെ അനുഭവിച്ച് കഴിഞ്ഞ് പുണ്യം ക്ഷയിക്കുമ്പോൾ അവർ മർത്യലോകത്തേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോൾ അവർക്ക് ഇത്രയും നേരം കിട്ടിയ സന്തോഷങ്ങളെല്ലാം താൽക്കാലികമായിരുന്നു. വീണ്ടും ഇവർ മർത്യലോകത്തേക്ക് വരുന്നു. അപ്പോൾ വീണ്ടും മർത്യനായി ജനിച്ചു കഴിഞ്ഞ് വീണ്ടും ഇത് തന്നെ തുടരുന്നു. യജ്ഞകർമ്മങ്ങളും മറ്റ് പൂജകളും എല്ലാം തന്നെ തുടരുന്നു. വീണ്ടും എന്ത് സംഭവിക്കുന്നു? അവരുടെ ആ ജന്മം കഴിയുന്ന സമയത്ത് ഇനിയും പുണ്യകർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. സ്വർഗത്തിലേക്ക് തന്നെ പോകുന്നു. അവിടെയുള്ള ദിവ്യ ഭോഗങ്ങളെല്ലാം അനുഭവിച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് എത്തുന്നു. അപ്പോൾ ഇതൊരു ഗതാഗതം എന്നാണ് പറഞ്ഞത്. അനുപ്രപന്നാഹ കാമകാമാഹ ഗതാഗതം ലഭന്തേ എന്നാണ് പറഞ്ഞത്. വിഷയേച്ഛുക്കളാണ് അവർ. പോക്കും വരവുമായിട്ട് കഴിഞ്ഞു കൂടുന്നു. ഇങ്ങനെ എത്രയോ ജന്മങ്ങൾ അവർ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ പൂർണ്ണമായിട്ടുള്ള ഒരു ജ്ഞാനം അവർക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. താൽക്കാലികമായിട്ടുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. ജീവിതത്തിൻ്റെ പരമലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് എന്ന് അറിയാത്തത് കൊണ്ട് അവർക്ക് ശരിക്കും പരാജയം തന്നെയാണ് ഫലം. ഉപരി ലോകങ്ങളിലേക്കുള്ള പ്രയാണം തുടരുന്നു. വീണ്ടും തിരിച്ച് ഭൂലോകവാസം വീണ്ടും വരുന്നു. അങ്ങനെ താണും പൊങ്ങി ഈ സംസാര ചക്രത്തിൽ ഇങ്ങനെ തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നുമല്ല സത്യം എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി നമ്മൾക്ക് ശാശ്വതമായിട്ടുള്ള, അതായത് സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്ത് തന്നെ ഭഗവാനെ അനുഭവിക്കാനായിട്ട് പറ്റണം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും, എല്ലാ ബന്ധങ്ങളിലും, നമ്മളുടെ കർമ്മങ്ങളിലും, ഇപ്പം നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ബന്ധനങ്ങളുണ്ട് അല്ലേ. പക്ഷേ ഈ ബന്ധുത്വം ഉള്ളത് കൊണ്ട് നമ്മളുടെ ബന്ധുക്കളിൽ പോലും എല്ലാറ്റിലും ഭഗവാന്റെ ഒരു സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭഗവാനെ മുഴുവനായിട്ടും മനസ്സിലാക്കിയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നുള്ള നിലയിൽ നമ്മൾ നീങ്ങേണ്ടി വരും. അപ്പം പരമസാക്ഷാത്കാരം നേടുക തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി ജീവിക്കണം എന്നുള്ള ഒരു ഉപദേശം കൂടെ നമുക്ക് തരുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ 21 ശ്ലോകങ്ങളാണ് വായിച്ചിരിക്കുന്നത്. അടുത്തത് 22ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത ദിവസം വായിക്കാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി
അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണോ.